ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഹദീസിൻ്റെ അർത്ഥം അറിയാലോ. നിങ്ങൾക്ക് ഈമാൻ പൂർത്തിയാവണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, മറ്റു എല്ലാവരും, അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ഫ്രണ്ട്സും ബെസ്റ്റീസും ഒക്കെ പെട്ടു, എല്ലാവരെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാ ജനങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. ഹദീസിൻ്റെ നേരർത്ഥം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറണം. തങ്ങൾ പറയാം, ലാ യുഅ്മിനു അഹദുക്കും, none of you would be a perfect mu'min believer until hatta akuna ahabba ilay, until I become dearer to you min walidihi wa waladihi than your parents and children wan nas ajma'in, and the entire people. എല്ലാവരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകണം. അപ്പോഴേ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുള്ളൂ. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അത് ആലോചിച്ച് ഖൽബിലേക്ക് കൊണ്ടുവന്ന് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു അമലാണിത്. അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ കൽബിലേക്കൊന്നും കയറില്ല. നമ്മുടെ സ്വന്തം മക്കളെക്കാളൊക്കെ നമുക്ക് അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലേ? കുട്ടികളെ കാണാതിരുന്നാൽ ചിലപ്പോൾ വിഷമാവും. കുട്ടികളെ കാണാതെ 2 ദിവസം നമ്മൾ മാറി നിൽക്കുമ്പോഴേക്കും മക്കളെ കണ്ടില്ലല്ലോ എന്ന ഒരു വേദന വരും. അള്ളാഹുവിനോടും അതിൻ്റെ റസൂലിനോടും ഒക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ തോന്നണ്ടേ? അവരെക്കാളും തോന്നണ്ടേ? അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ്സ് നമ്മളെല്ലാവർക്കും അങ്ങനെ സ്വാഭാവികമായ ഒരടുപ്പം കൂടുതൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മുടെ കണ്ണിലില്ല, എന്നാൽ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ഹബീബായ നബി തങ്ങളോട് ഫിസിക്കലി നമ്മുടെ കൂടെയുള്ള ആളുകളെക്കാളും നമുക്ക് സ്നേഹം വരണമെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പണിയെടുക്കാനുണ്ട്. അപ്പോഴേ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഈമാൻ പൂർത്തിയായി കഴിഞ്ഞാൽ അംബിയാഇൻ്റെ ലെവലിലാണ്, അവരുടെ സ്വർഗത്തിൽ അംബിയാഇൻ്റെ കൂടെയായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ.